ഹൂ ഈസ് ഷീ? എനിക്കവരെ അറിയില്ല. പുഷ്പവതിയെക്കുറിച്ച് മലയാളത്തിലെ ഇതിഹാസ ചലച്ചിത്രകാരൻ എന്ന് വാഴ്ത്തപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. മലയാളികൾ അങ്ങനെ അറിയാതെ പോകേണ്ട ഒരു പേരോ വ്യക്തിയോ അല്ല പുഷ്പവതി പൊയ്പ്പാടത്ത്. വേറിട്ട ശബ്ദം കൊണ്ട സംഗീത പ്രേമികളുടെ മനസ്സു കീഴടക്കിയ ഗായിക. ജീവിതത്തിലായാലും കലയിലായാലും രാഷ്ട്രീയ നിലപാടുകൾ ഉറക്കെ പറഞ്ഞ കലാകാരി, സംഗീതജ്ഞ, നിലവിലെ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ, അങ്ങനെ വ്യത്യസ്തമായ ടാഗ്ലൈനുകൾക്കുടമ. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് സംഗീത പഠനം പൂർത്തിയാക്കിയ പുഷ്പവതി കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി സംഗീത മേഖലയിൽ സജീവമാണ്. കർണാട്ടിക് സംഗീതത്തിലും ഹിന്ദുസ്ഥാനിയിലും ആഴത്തിലുള്ള പരിജ്ഞാനമുണ്ടവർക്ക്. നമ്മൾ എന്ന കമൽ ചിത്രത്തിലെ കാത്തു മഴയെത്തുന്ന പാട്ടിലൂടെയായിരുന്നു ഗായികയായുള്ള പുഷ്പവതിയുടെ തുടക്കം. പിന്നീട് സോൾട്ട് ആൻഡ് പെപ്പറിലെ ചെമ്പാവിൻ പുന്നെല്ലിൻ ചോറോ, സുലൈഖ മൻസിലെ പാതിചിരി ചന്ദ്രികയെ തുടങ്ങി നിരവധി പാട്ടുകൾ പുഷ്പവതിയുടെ വേറിട്ട ശബ്ദത്തിലൂടെ മലയാളി കേട്ടു. സംഗീതം ജനങ്ങളുമായി സംവദിക്കുന്നതാകണം എന്ന നിലപാടിനുടമ. ചരിത്രപരവും സാമൂഹികവുമായ പാട്ടുകൾക്ക് പുഷ്പവതി സ്വന്തമായി ഈണം നൽകി. നാരായണ ഗുരുവിന്റെ കൃതികൾ, ഖുറാന്റെ സാരസംഗ്രഹം, പൊയ്കയിലപ്പച്ചന്റെയും കബീർദാസിന്റെയും വരികൾ, മാധവിക്കുട്ടിയുടെ കവിതകൾ, അങ്ങനെ കാലാതീതമായ ദർശനങ്ങൾ അവതരിപ്പിക്കുന്ന സൃഷ്ടികൾ പുഷ്പവതി സംഗീതാസ്വാദകരിലേക്ക് എത്തിച്ചു. തൊഴിലിടങ്ങളിലെ ജാതിയെ മാത്രമല്ല, വിപണി സാധ്യതകൾ മാത്രം പരിഗണിക്കുന്ന സംഗീത താല്പര്യങ്ങളെയും പുഷ്പവതി ചോദ്യം ചെയ്തിട്ടുണ്ട്. ദളിതർ നാടൻപാട്ട് മാത്രമാണ് പാടേണ്ടതെന്ന ആരാണ് തീരുമാനിച്ചതെന്ന പുഷ്പവതിയുടെ ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്. പ്രതിരോധവും പോരാട്ടവും കലയിലും സ്റ്റേജിലും മാത്രമല്ല, ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന പോരാളി. അതുകൊണ്ട് തന്നെ സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂരിന്റെ പരാമർശങ്ങൾക്കെതിരെ പുഷ്പവതി ഉയർത്തിയ ശബ്ദം എന്നും മുഴങ്ങിക്കേൾക്കുക തന്നെ ചെയ്യും.